Hello friends, welcome back to my channel SSA Cooking World. ഇന്നാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ ചട്നിയും ഉണ്ട് കേട്ടോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. എന്നും ഒരേ രീതിയിൽ തന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് കഴിക്കേണ്ട ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഈ മോമോസിൻ്റെ. ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഒരു 250 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ പീസാക്കിയിട്ട് എടുത്തതാണ് ഇത്. അതിനെ കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നുള്ളത്. ഒരു വിസിലടിച്ചാൽ മതി. അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് അതിനെ ഞാൻ വേവിച്ചെടുക്കുന്നുള്ളത്. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. 1/4 കപ്പ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിന് വെള്ളം പെട്ടെന്ന് ഇറങ്ങി വരും. ഇത് വേറെ മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചക്ക് ഈ ഇറച്ചി തന്നെ, ഈ ചിക്കൻ തന്നെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ കീമക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ചെയ്തെടുക്കുന്നവരും ഉണ്ട്. പക്ഷേ എനിക്കൊന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ അതവിടെ വേവിക്കാൻ വെക്കുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു മാവ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ മോമോസ് വെന്ത് വന്നിട്ട് കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ഹാർഡായി പോകത്തുന്നില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തീൻ്റെ മാവൊക്കെ എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നുള്ളത് ആ പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഇതും കുഴച്ചെടുക്കാം. എന്നിട്ട് ഈ ബാക്കി ഫില്ലിങ്സ് ഒക്കെ റെഡി ആവുന്ന ടൈം വരെ നമുക്ക് ഇതിനെ അടിച്ചു വെച്ചിട്ട് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മൾക്ക് ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾക്ക് ചെയ്ത് തീർക്കാം. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഒരു 1/4 ഗ്ലാസിൻ്റെ താഴെയാണ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. എന്നിട്ടും അതിൽ വെള്ളം ആയിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതിയാവേ. നല്ലോണം ഇതാക്കണ്ട, അപ്പോൾ ഫുള്ള് ഇങ്ങനെ ഉണ്ടുണ്ടായിട്ട് വരും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് സവാളയിൽ ഒരു 1/4 കപ്പിന് മീതെ ഒരു 1/2 കപ്പ് വരെ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു സവാള എടുത്തിട്ട് അതിൻ്റെ പകുതി പോർഷൻ മാത്രമാണ് ഇതിലേക്ക് ചെറുതായിട്ട് നുറുങ്ങി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളകാണ്, എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ഇട്ടെടുക്കാം. ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ. പിന്നെ ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റാണ് 1 ടീസ്പൂൺ ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പിന് മീതെയായിട്ട് തന്നെ പിന്നെ നമ്മളുടെ കൊറിയാണ്ടർ ലീവ്സിൽ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണ് ഫുള്ളായിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചിക്കൻ്റെ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ പാകത്തിന് നോക്കിയിട്ട് വേണം പിന്നീട് ചേർത്ത് കൊടുക്കാൻ. പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും മതി. അപ്പോൾക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ. ഇത് വെറുതെ തന്നെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടും നമുക്കിത് ആ ടൈമിൽ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഇത് വെളുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയും എത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ മാവെന്ന്. അങ്ങനെയായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസാക്കി എടുത്തിട്ട് അതിനെ ചപ്പാത്തിക്ക് പരത്തുന്നില്ലേ, അതിനും കാട്ടി നല്ലോണം തിന്നായിട്ടില്ല തെളുപ്പായിട്ട് അതിനെ പരത്തിയെടുക്കണവ. നല്ലോണം കട്ടിയായിട്ട് പരത്തുമ്പോൾ അതിൻ്റെ മാവ് ഇങ്ങനെ മോമോസിലായിട്ടാകുമ്പോൾ നല്ലോണം മാവിൻ്റെ പോലെ ആയിട്ടാകുമ്പോൾ അത് കഴിക്കാൻ അത്ര ടേസ്റ്റൊന്നുമില്ല. പിന്നീട് അത് വെക്കും തോറും ഹാർഡായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പരത്തുന്ന ടൈമിൽ നല്ല തെളുപ്പായിട്ട് കട്ടി കുറച്ചിട്ട് പരത്താണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ എല്ലാ ടൈമിലും ഇരിക്കും ഇതിൻ്റെ മോമോസ്. എന്നിട്ടില്ലേ ഇതിങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് ഒരു ന്യൂട്ടെല്ലാൻ്റെ ഒക്കെ മൂടിയിൽ അടപ്പ് അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക്
അതിന് മോമോസിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. നല്ല എക്സ്പേർട്ടായിട്ട് അല്ലെങ്കിലും ഒരുമാതിരി മോമോസിൻ്റെ ടൈപ്പിലാക്കിയിട്ട് ഞാനതിനെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2, 3, 4 എണ്ണമൊക്കെ ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ബാക്കിയുള്ളത് കൂടി അങ്ങനെ തന്നെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഫില്ലിങ്സൊക്കെ നമ്മൾ എല്ലാ സൈഡിലും അകത്തന്നെ ആകത്തക്ക വിധത്തിലായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. എന്നിട്ട് മേലോട്ടേക്ക് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് ഫുള്ളിങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ആ മോമോസ് ഷേപ്പ് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, വേറെ അധികം പണിയൊന്നുമില്ല ഇത് ചെയ്തെടുക്കാൻ. ഓരോരുത്തർ ഓരോ ഷേപ്പിലും ഓരോ മോഡലിലാക്കിയിട്ടും ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതാ ഒരു സ്റ്റീമറിൽ ഞാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. വെള്ളം അകത്ത് വെച്ചെടുത്തിട്ടാണ് സ്റ്റീമറിൽ വെച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനെ മൂടി കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മതി. അപ്പോഴത്തേന് തന്നെ ഇത് വെന്തിട്ട് കിട്ടുന്നുണ്ട്. കുറേ സമയമൊന്നും ഇത് വേവാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അകത്തെ ഫില്ലിങ്സൊക്കെ ഓൾറെഡി നമ്മൾ വേവിച്ചിട്ടല്ലേ ഇട്ടിട്ടുള്ളത്. സവാള മാത്രമല്ലേ, അത് വെന്തില്ലെങ്കിലും കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഡിപ്പ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ മുളകില്ലേ, വറ്റൽ മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു 8-10 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മക്കൾ കഴിക്കുന്ന കാരണം ഒരു 5-6 എണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് 3 ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒന്നിനെ 4 പോർഷനാക്കി കട്ട് ചെയ്തിട്ടാണ് ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിൽ മുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷമാണ് ഈ ടൊമാറ്റോ ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഹാഫ് കുക്ക് ആകുമ്പോഴൊക്കെ നമുക്ക് അതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ആ ടൊമാറ്റോൻ്റെ മേലത്തെ ആ സാധനമല്ലേ, ഇത് വേറെ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ പീൽ ചെയ്തിട്ട് നമ്മൾ കളയുന്നില്ലേ, ആ സാധനമൊക്കെ അതിൻ്റെ തൊലിയൊക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് റിമൂവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട ഇതിലേക്ക്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതിനെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇത് ചൂടോടെ കുറച്ച് ചൂട് തണിഞ്ഞ് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ചൂടില്ല ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ജിഞ്ചറും ഗാർലിക്കും നമുക്ക് ഒരു ടീസ്പൂണ് ജിഞ്ചറും 1 ടീസ്പൂണ് ഗാർലിക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം കൊത്തിയരിഞ്ഞ ജിഞ്ചറും ഗാർലിക്കും വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം വലിയ പീസാക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ അത് സോസിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഒരു ഫീലായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഫുള്ളായിട്ട് സോയാ സോസാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സോയാ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോയുടെ ആ പേസ്റ്റിൽ ടൊമാറ്റോയും മുളകും അതും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റാണ് ഇത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടായിട്ട് എന്നിട്ട് ഇത് ഒരു എരിവും മധുരവും പുളിയുമെല്ലാമായിട്ട് ഉള്ള ഒരു സോസാണ്. അപ്പോൾ ഈ ടൈമിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ സോയ സോസിൽ തന്നെ സാധാരണ ഉപ്പ് ഉണ്ട് പാകത്തിനും. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാരയാണ് ഒരു 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വിനീഗറാണ് കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 ടീസ്പൂണ് വിനീഗർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചൊടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പിന്നെ അവസാനിട്ട് വേറൊന്നും ചേർക്കാനില്ല. അപ്പോൾ ഇത്രയും മതി. എന്നിട്ട് അത് തിളവന്നതിന് ശേഷം നമ്മൾക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡിപ്പായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കണം. മോമോസ് ഉണ്ടാക്കുന്നവർ അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ ഒരിക്കൽ പോലും മോമോസ് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഈ ചിക്കൻ മോമോസിൻ്റെത്. ഇത് ചിക്കൻ അല്ലാതെ വെജിറ്റബിൾ മോമോസ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റും. സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. കണ്ടില്ലേ എത്ര സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നുള്ളതെന്ന്.
ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഡിപ്പായി അതിലേക്ക് മുക്കിയിട്ടിട്ട് ഇങ്ങനെ കഴിച്ചാൽ മതി. അതിൻ്റെ അകത്തൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ പാടന്നെ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ല ചൂടോടെ കഴിക്കുമ്പോൾ. അത് തണിഞ്ഞിട്ടാകുമ്പോൾക്ക് സാധാരണ എന്ത് ഫുഡാണെങ്കിലും തണുത്തിട്ടാകുമ്പോൾ അത് കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് എല്ലാം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.